98 ഞാൻ ശമ്പളം വാങ്ങുന്നത് 1500 രൂപയാണ്. ഒരു മാസത്തിൽ 1500 രൂപ. ഇന്ന് ഞാൻ മൊബൈലിലേക്ക് കായ് കയറ്റുന്നത് 1400 ഗ്യാസിന്റെ കുറ്റിക്ക് കൊടുക്കുന്നത് 800. കുട്ടികളെ 5 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ 8000 രൂപയുടെ ഫീസ് കൊടുക്കുന്നത്. അങ്ങനത്തെ ഞാൻ എന്നെ എത്ര വരുമാനമാണോ? അന്ന് 1500 രൂപ കാലത്ത് എനിക്ക് റാഡ വാച്ചിനും വേണ്ടി പൈസ ഒരുമിച്ച് കൂട്ടുമ്പോത്തിന് ഭാര്യ ഗർഭിണിയാവും. അപ്പൊ ഭാര്യ പ്രസവിക്കും. ഹോസ്പിറ്റലിൽ 1500, പാർപ്പേത്തിക്ക് 32,000, പോത്തിനിറക്കാകുമ്പോ 12,000. റാഡക്ക് കായ് തയ്യില്ല. പിറ്റത്തെ കൊല്ലം പിന്നെയും കായിരുമിച്ച് കിട്ടും. അപ്പൊ അതിന് ഭാര്യ പിറ്റത്തെ കൊല്ലം പിന്നെയും ഗർഭിണിയായില്ലേ? ഈ റാഡ വാങ്ങാൻ പറ്റണില്ല. അപ്പൊ എന്നോട് വൈരത്തൊരു യൂസുഫ് ബുഖാരി തങ്ങൾ പറഞ്ഞു, ചങ്ങായി അള്ളാനോട് ചോദിച്ചാൽ കിട്ടൂല റാഡാന്ന്. മൂപ്പര് ഇങ്ങനടിച്ചിക്കാണ്ട് ഞാൻ എന്തോ തമാശ പറഞ്ഞ അള്ളാണ്ട് ചോദിച്ചാൽ കിട്ടൂലേ? അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാണ്ട് എപ്പോഴാ ചോദിക്കാൻ? മൂപ്പരൊന്ന് മിമ്പറമെന്ന് ചോദിച്ചോ. മിമ്പറമ്മൽ ഖത്തീബ് ഇരിക്കുമ്പോ 2 ഖുത്ബന്റെ അടുത്ത് ഇരുത്തിയിരിക്കണില്ലേ? ആ സമയത്ത് ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അപ്പൊ ഞാനല്ലേ ഖത്തീബ്, നമ്മളല്ലേ പള്ളിക്ക് ഖുത്ബ ഓതുന്നത്? സമസ്ത കേരള ജമിഅത്തുൽ ഉലമ സ്ഥാപക നേതാവിന്റെ മഖബറ പാങ്ങിലാണ്. പാങ്ങൽ അയമുട്ടിയുടെ മഖബറയുള്ള പള്ളിക്ക് ഞാൻ ദർസ് എടുത്ത 10-25 മുത്തഅല്ലിമീങ്ങളുള്ള ദർസ്. ഞാൻ സാധുപീടിയായ ചെറിയ മൗലവി മിമ്പറമെന്ന് ഖുത്ബ ഓതുക. മിമ്പറമ്മിൽ 2 ഖുത്ബിനിടയിൽ ഇരിക്കുമ്പോ ഖുൽ വല്ലാഹു അഹദ് സൂറത്ത് ഓതി സുന്നത്തുണ്ടല്ലോ എന്നും ഞാൻ ഖുൽ വല്ലാഹു ഓതല്. അന്ന് ഖുൽ വല്ലാഹു ഓതില്ല. അന്നെന്താ കാട്ടി? അല്ലാഹുമ്മ അഅ്തിനി റാഡാർ. അങ്ങനെ തന്നെ റാഡയ്ക്ക് അറബിയൊന്നും ഉണ്ടാക്കാൻ നേരമില്ലല്ലോ. അല്ലാഹുമ്മ അഅ്തിനി റാഡാന്ന് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് നീ ചെന്നേക്കാണ്ട് 2ാമത്തെ ഖുത്ബ അൽഹംദുലില്ലാഹ്. അടച്ചോനെ വെള്ളിയാഴ്ച ഖുത്ബ ഓതി. ശനിയാഴ്ച ഞാൻ വെള്ളിയാഴ്ച ഖുത്ബയിൽ നാട്ടിൽ പോയി. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിക്കലെത്തി. ഈ 2 ദിവസം കൊണ്ട് റാഡ കിട്ടിയില്ലട്ടാ. ആയിരുന്നാ കുറച്ചൊക്കെ താമസം ഉണ്ടാവൂലേ? വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് റാഡ. എവിടുന്നിട്ടി? ആ നാട്ടിൽ ഏറ്റവും വലിയൊരു ഭൂമി കച്ചവടക്കാരുണ്ട്, മയമുട്ടിയാക്ക. അയാൾ നെഞ്ഞുവേദന ഉണ്ടായിട്ട് പെട്ടെന്ന് മരിച്ചു. അത് ഞാൻ ദ്വാരണ്ട് മരിച്ചല്ലോ, ഞങ്ങനെ മനസ്സിലാക്കണ്ട. അയാൾ മരിച്ചാൻ ദ്വാരുന്നു. അങ്ങനല്ല, അള്ളാഹു തആല ഒരു കാരണം ഉണ്ടാക്കിയ മൂപ്പര് മരിച്ചു. മരിച്ചു നോക്കുമ്പോ മൂപ്പർക്ക് 4 വലിയ ആമക്കളുണ്ട്. ഇവര് മണ്ടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ബാപ്പ മരിച്ചിട്ടുണ്ട്. ഞാൻ വനിയെ മാത്രം ഇട്ടേക്കാണ്. എന്നിട്ടും വല്ല ബന്ധമുള്ള മനുഷ്യനാ. രാത്രി ഞാൻ ഓടി ചെന്നിട്ട് ഞാൻ നോക്കുമ്പോ തട്ടിന്റെ മുകളിലാണ് മൂപ്പര് കെടുക്കുന്നത്. മയ്യത്ത് വലിയ ബോഡിയുള്ള മനുഷ്യനാ, നല്ല വെയിറ്റുള്ള ആളാ. അങ്ങനെ പള്ളിക്കുന്ന ടെക്സ്ചർ കൊടുത്തിട്ട് ഇമ്മ കെടുത്തിയിട്ട് തായോട്ട് ഇറക്കി. ഞാൻ താട കെട്ടി കൈകാലുകളൊക്കെ മയപ്പെടുത്തി റാഡോ വാച്ച് ഞാൻ തന്നെ കഴിച്ചു വെച്ചട മേശപ്പുറത്ത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മയ്യത്ത് കുളിപ്പിച്ച് രാവിലെ 9 മണിക്ക് മറമാടി. 11, 12, 1 മണിയായപ്പോ ഈ 3 മക്കളും പാടെ റൂമിൽ കയറി വന്നിട്ട് ഒരു പെട്ടിയിൽ, അസ്സലാമു അലൈക്കും ഉസ്താദ്, ഞങ്ങളെല്ലാവരും തീരുമാനിച്ചതാണ് റാഡ വാച്ച് ഉസ്താദിന് കൊടുക്കണം. ഞാൻ ദ്വാരുന്ന ഓല് കേട്ടിട്ടില്ല. ഞാൻ എല്ലാം മനസ്സിൽ ദ്വാരുന്നതാണ്. ഉറക്കാൻ വരക്കാൻ പറ്റുമോ? അല്ലാഹുമ്മ അഅ്തിനി റാഡ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാണ് ദ്വാരുന്നു. അള്ളാഹു തആല അത് 3 ദിവസം കൊണ്ട് സഫലീകരിക്കാം. ഇത് ഞാൻ പൊള്ളു പറയല്ല, വല്ലാഹി തുമ്മ വല്ലാഹ് തന്നെ. അപ്പൊ അതാ പറഞ്ഞു, ഞാൻ ആകെ 3 ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ചോദിച്ചാലോ കിട്ടും, പക്ഷെ ഞാൻ ചോദിക്കലില്ല. ദുന്യാവ് അങ്ങനെ ചോദിച്ചാൽ പഠിച്ചോ പിന്നെന്ത് ചെയ്യും?